പി സി ജോർജ് സാർ നമസ്കാരം. വൈറ്റ് സോൺ ടി വി ന്യൂസിൽ നിന്നായിരുന്നു സാറേ. പിന്നെ നമ്മളുടെ മുഖ്യമന്ത്രി ഇന്ന് ആരോടും പറയാതെ രാവിലത്തെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? എന്താ അഭിപ്രായം പറയാനെ പറ്റി? ഈ നാണം കെട്ടവൻ ഒന്നാമതെ കടം കയറി മുടിഞ്ഞിരിക്കുന്ന കേരളം, ആ കേരളം കടം കയറി മുടിഞ്ഞിരിക്കുമ്പോൾ എന്തിനാ ഒളിച്ച് രഹസ്യമായിട്ട് പോകുന്നത്? കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുക്കുമ്പോൾ ഏത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാലും സ്വകാര്യ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അനുവാദം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അനുവാദം മേടിച്ചിരിക്കുന്ന ഞങ്ങള് എന്നിട്ട് പോയിരിക്കുക. അയാളും ഭാര്യയെല്ലാം കൂടെ എന്തിനു പോയിരിക്കുന്നു പറയട്ടെ. അതായത് ഈള് കോടിക്കണക്കിന് കൊള്ളയടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊള്ളയടിച്ച പണം ഒരു ബാങ്കിൽ ഇടാൻ പറ്റിയില്ല. ഇത് നോട്ടടിച്ച് ഒന്നും നടക്കാൻ പറ്റില്ല. അത് മുഴുവൻ ദുബായ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലെ അറബികളായിട്ടുള്ള കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഏൽപ്പിച്ചു വെച്ചിരിക്കുക. അയാളുടെ കണക്ക് നോക്കാൻ പോയതാണ്. ഒരു സംശയം വേണ്ട. ഈ 8-ാം തീയതി സുപ്രീം കോടതി വരാൻ പോകും കേസ്, ലവ്ലിംഗ് കേസ്. ചിലപ്പോൾ തട്ട് കിട്ടിയെന്നിരിക്കും. അത് ചിലപ്പോൾ കേസ് റിമൈൻഡ് ചെയ്താൽ അത് തട്ട് ഉറപ്പാവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ പ്രശ്നമുണ്ട്. ഇനി അയാൾ തിരിച്ചു പോയത് എനിക്ക് സംശയമുണ്ട്. അയാൾ ഒരുപ്പോക്ക് പോയതാണോന്നും കൂടെ എനിക്ക് സംശയം. എന്താന്ന് ചോദിച്ചാ മറ്റേ SFIയോടെ അന്വേഷണം നടക്കുക. അയാളും മകളും അറസ്റ്റിലാവുന്നുള്ള ഒരു സംശയമില്ല. വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. TV ഇത് ഇൻവോൾവ് ആണ്. TV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അകത്ത് പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം, സ്വകാര്യ സന്ദർശനത്തിൽ പോയിട്ട് ഇനി ഇയാൾ വരാതെ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയാണോ? അറബി രാജ്യത്ത് പോയി അവിടെ പോയി ഈ കാശെല്ലാം മുടക്കിയിരിക്കുന്നത്. രാജാവായിട്ട് ബന്ധപ്പെട്ട് എവിടേക്കെങ്കിലും താമസിച്ചേക്കാന്ന് വെച്ച് ഇങ്ങോട്ട് പോരുന്നില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്റെ അഭിപ്രായത്തിൽ. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സാമ്പത്തിക കൊള്ളയാണെന്നുള്ളത് സംശയം വേണ്ട. സാറേ, മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ കൊടുത്തിരുന്ന ഹർജി തള്ളിയിട്ടുണ്ട്. എന്താണ് സാറിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് അതിൽ തള്ളിയത്. ആ കേസ് വല്ല പ്രസക്തിയാണ്. കുഴൽനാടൻ ചുമ്മാ കൊണ്ട് അതായത് ഷോൺ കൊണ്ട് കൊടുക്കുന്ന കൈക്കോട് കൊടുക്കുന്ന കേസിന്റെ വയലെ അവിടുന്ന് മേടിക്കുക, കോപ്പി എടുത്തുകൊണ്ട് ചുമ്മാ കേസ് വലിക്കുക. അതുപോലെ ബന്ധമുണ്ടോ? കുഴൽനാടൻ പിണറായി ആളാണ്, സംശയമൊന്നും വേണ്ട. കൊള്ളക്കാരൻ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യം കൊണ്ട് കോടതി കൊടുത്തത്. അതെല്ലാം തെളിവുള്ള കാര്യമാണ്. അവർക്ക് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദേവൻ രാമചന്ദ്രൻ ജഡ്ജിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ SFIയുടെ അന്വേഷണത്തിൽ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ അന്വേഷണയുടെ അകത്ത് പൊക്കോളും. പിണറായി മകളും എല്ലാം അകത്ത് പൊക്കോളും. ഹൈക്കോടതി കൊഴുന്നാറെ കൂടെ വിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ സാറേ, ഹേഗലും പ്രതികരണത്തിന് നന്ദി.